ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്കൊരു ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാന ഉപയോഗത്തെക്കുറിച്ച് നോക്കാം. ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതിൽ അമീഡയ QA+ പോലുള്ള സോഫ്റ്റ്വെയർ ആണ് കൂടുതൽ നമ്മൾ കമാൻഡ് ഇന്റർഫേസിൽ നിന്ന് ഉപയോഗിക്കുന്നത്. അതിലൊരു സോഫ്റ്റ്വെയറിന്റെ ഡെമോൺസ്ട്രേഷൻ പ്രോസസ് നമുക്ക് നോക്കാം. നിലവിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു മെഷീനാണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം നമ്മൾ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്തിട്ടേ ഉള്ളൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊന്നും ലോഡ് ചെയ്തിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ എങ്ങനെ ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിന് വിധേയമാക്കാം എന്ന് നോക്കാം. അതിന് നമ്മളിവിടെ നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്നത് ഒരു MS-DOS ബൂട്ടബിൾ ആയ, അതായത് കമാൻഡ് പ്രോംപ്റ്റ് ഇന്റർഫേസിൽ ബൂട്ടബിൾ ആയ ഒരു CD ആണ്. ഈ DOS ബൂട്ട് CD നമുക്കതിനെ വേണമെങ്കിൽ DOS ബൂട്ട് CD എന്ന് വിളിക്കാം. ഈ DOS ബൂട്ട് CD ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുകയും ആ CDക്കകത്ത് തന്നെയുള്ള അമീഡയാഗ് എന്നറിയപ്പെടുന്ന ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഡയഗ്നോസ്റ്റിക്സ് നടത്തുകയും ചെയ്യുകയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് നമ്മുടെ ലാബ് എൻവയറമെന്റിലേക്ക് നീങ്ങാം. ഇപ്പോൾ നമ്മളൊരു കമാൻഡ് പ്രോംപ്റ്റിലാണ് നിൽക്കുന്നത്. കമാൻഡ് പ്രോംപ്റ്റിൽ എത്തിയത് DOS ബൂട്ടബിൾ CD ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്ത് എത്തിയ കമാൻഡ് പ്രോംപ്റ്റാണിത്. നമ്മൾ അടിസ്ഥാന DOS കമാൻഡുകൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നമ്മളുടെ മെഷീനിൽ അമീഡയാഗ് എന്ന ഡയറക്ടറിയിലാണ് എൻ്റെ ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ CD അമീഡയാഗ് എന്ന കമാൻഡ് കൊടുത്ത് ഞാൻ അമീഡയാഗ് എന്ന ഫോൾഡറിലേക്ക് എത്തി. DIR കൊടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി അതിനകത്ത് ഒരു സബ് ഫോൾഡർ കൂടെ ഉണ്ട്, അമി എന്ന പേരിൽ. ആ ഫോൾഡറിലേക്ക് എത്തി. ഇവിടെ നമ്മൾ കാണുന്ന പല ഫയലുകളിൽ അമീഡയാഗ് .exe എന്ന പേരുള്ള ഫയലാണ് നമ്മളുടെ എക്സിക്യൂഷൻ ഫയൽ. ഒരു പ്രോഗ്രാം നോർമലി നമ്മൾ മൗസ് ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുന്നതിന് പകരമായിട്ട് DOS മെഷീനുകളിൽ അതിൻ്റെ exe ഫയൽ ഏതാണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ കമാൻഡ് ടൈപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്റേണൽ കമാൻഡ്സ് എന്നും എക്സ്റ്റേണൽ കമാൻഡ്സ് എന്നും പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പം അതുപോലെ എക്സ്റ്റേണൽ കമാൻഡുകൾ പോലെയാണ് ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളും മാർക്കറ്റിൽ അവൈലബിൾ ആകുക. അമീഡയാഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ടാവും. നിങ്ങളുടെ മെഷീനിലേക്ക് അമീഡയാഗ് ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമീഡയാഗ് എന്ന സോഫ്റ്റ്വെയർ അമേരിക്കൻ മെഗാട്രെൻഡ് ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനിയുടേതാണ്. ഈ കാണുന്നതാണ് നിങ്ങളുടെ അമീഡയാഗിൻ്റെ ഇൻ്റർഫേസ്. അടിസ്ഥാനപരമായി വളരെ ലളിതമായ ഒരു ഇൻ്റർഫേസ് ആണിത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലാണ് നിങ്ങളിത് കാണുന്നത്. നമുക്കതിന് കുറച്ചുകൂടെ ഒരു കളർഫുൾ ആക്കാം. ഇവിടെ ഓപ്ഷൻസിൽ ചേഞ്ച് കളർ സെറ്റിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കീബോർഡിൽ F10 പ്രസ് ചെയ്താലും മതി. കുഴപ്പമില്ലാത്ത നമുക്ക് കണ്ണിന് സുഖമുള്ള ഒരു കളറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ലെവലിലുണ്ട്. ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയറിന് ഉള്ള പല ഉദ്ദേശങ്ങളിലൊന്ന് നിങ്ങൾ നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ ഒരു വിശദമായ ബേൺ ഇൻ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ സാങ്കേതിക പദങ്ങളും ഒരു പ്രൊഫഷണലിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. വേറൊരു തലത്തിൽ പറഞ്ഞാൽ നിലവിൽ ഇത്തരത്തിലുള്ള എല്ലാ ടെക്നിക്കൽ ടെർമിനോളജികളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഓൾറെഡി ഒരു ഹാർഡ്വെയർ പ്രൊഫഷണലാണെന്നും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് തന്നെ ആവശ്യമില്ലെന്നാണ്. എന്തായാലും ബേസിക് ഫങ്ഷണാലിറ്റി ടെസ്റ്റ് എന്ന ഓപ്ഷൻ ഞാൻ എൻ്റർ അടിച്ചു. ടെസ്റ്റ് പാസ്ഡ് എന്നാണ് മെസ്സേജ് കാണുന്നത്. 32-bit രജിസ്റ്റർ റീഡ് റൈറ്റ്, 32-bit സ്റ്റാക്ക് മാനിപ്പുലേഷൻ തുടങ്ങിയ കുറേ സാങ്കേതിക പദങ്ങൾ അവിടെ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ആസ് എ നോർമൽ കസ്റ്റമർ ഓക്കെ എന്നൊരു റിസൾട്ട് നമുക്ക് സന്തോഷകരമാണ്. എന്താണ് രജിസ്റ്റർ, എന്താണ് സ്റ്റാക്ക് മാനിപ്പുലേഷൻ, എന്താണ് 32-bit മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ടെക്നിക്കൽ സാങ്കേതികതയിലോട്ട് പോകാതെ തന്നെ ടെസ്റ്റ് പാസ്ഡ് എന്ന റിസൾട്ട് നമ്മൾ തൽക്കാലം ഹാപ്പി ആവുകയാണ്. റിട്ടേൺ ടു മെയിൻ മെനു. CPU പ്രൊട്ടക്റ്റഡ് മോഡ് ടെസ്റ്റ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ടെസ്റ്റ് പാസ്സാകുകയാണ് ചെയ്തത് അല്ലേ? നമുക്ക് CPU പ്രൊട്ടക്റ്റഡ് മോഡ് ടെസ്റ്റ് എന്നതിൻ്റെ അവസ്ഥ നോക്കാം. ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ CPU പ്രൊട്ടക്റ്റഡ് മോഡ് ഇൻസ്ട്രക്ഷൻസ് ഫെയിൽ എന്നൊരു മെസ്സേജാണ് വരുന്നത്. ഇപ്പോൾ ടെക്നിക്കലി അതിനൊരു കാരണമുണ്ടാവും. ഇപ്പോൾ നമ്മൾ വിശദീകരിക്കാൻ എളുപ്പമല്ലെങ്കിലും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ എക്സ്റ്റെൻഡഡ് മെമ്മറി ഡ്രൈവർ എന്നറിയപ്പെടുന്ന കുറച്ച് ഫയൽസ് ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഫെയിലായിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അമീഡയാഗ് ലോഡ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റെൻഡഡ് മെമ്മറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇല്ല എന്നൊരു എറർ മെസ്സേജ് കാണിച്ചിരുന്നു. എക്സ്റ്റെൻഡഡ് മെമ്മറി, ബേസ് മെമ്മറി, എക്സ്പാൻഡഡ് മെമ്മറി പോലുള്ള സാങ്കേതിക പദങ്ങൾ നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല. എങ്കിലും മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ബേസ് മെമ്മറി, എക്സ്റ്റെൻഡഡ് മെമ്മറി എന്ന കൺസെപ്റ്റുകളെങ്കിലും നമ്മൾ ആ ക്ലാസ്സിൽ മെമ്മറി മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കുമല്ലോ. എന്തായാലും ഈ ടെസ്റ്റ് ഫെയിൽഡ് എന്നാണ് നമുക്ക് മെസ്സേജ് കാണിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, ചില ടെസ്റ്റുകൾ ഫെയിലും ആയിക്കോട്ടെ. റിട്ടേൺ ടു മെയിൻ മെനു.
പ്രോസസ്സർ സ്പീഡ് ടെസ്റ്റ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ വേഗത അളക്കാനുള്ള ഒരു ടെസ്റ്റാണത്. കോ പ്രോസസ്സർ ടെസ്റ്റ്, DMA കൺട്രോളർ ടെസ്റ്റ്. ഉദാഹരണത്തിന് കോ പ്രോസസ്സർ ടെസ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കാം. എന്താണ് കോ പ്രോസസ്സർ? കോ പ്രോസസ്സറുകളെ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് എന്നും വിളിക്കും. നിങ്ങളുടെ മൈക്രോ പ്രോസസ്സർ ചിപ്പിൻ്റെ പാക്കേജിനകത്ത് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു സ്പെഷ്യൽ പർപ്പസ് മൈക്രോ പ്രോസസ്സർ ഇരിപ്പുണ്ട്. ഇൻ്റലിൻ്റെ 80386ൻ്റെ കാലം വരെ നിങ്ങളുടെ മദർ ബോർഡിൽ ഒരു അഡീഷണൽ ചിപ്പായിട്ടായിരുന്നു കോ പ്രോസസ്സർ വന്നിരുന്നത്. 80486 മുതൽ ഇത് മദർ ബോർഡിൽ തന്നെ പ്രോസസ്സർ പാക്കേജിനുള്ളിൽ തന്നെ വരുന്ന ലെവലിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. എന്തായാലും മാത്തമാറ്റിക്കൽ ഇൻറ്റൻസീവായ ഗ്രാഫിക് ഡിസൈനിങ് അടക്കമുള്ള ആപ്ലിക്കേഷനുകളിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഇൻ്ററപ്റ്റ് കൺട്രോളർ, DMA കൺട്രോളർ തുടങ്ങിയവ മൈക്രോ പ്രോസസ്സറുമായി ബന്ധപ്പെട്ട് അക്കാദമിക് ലെവലിൽ പഠിക്കുന്നവർക്ക് പരിചിതമായ വാക്കുകളാണ്. ഉദാഹരണത്തിന് ഒരു ഉപകരണം, കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും മറ്റു ഉപകരണങ്ങളും മൈക്രോ പ്രോസസ്സർ എന്ന ഉപകരണത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി കൊടുക്കുന്ന റിക്വസ്റ്റുകളാണ് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ്. DMA എന്ന് വെച്ചാൽ മൈക്രോ പ്രോസസ്സറിൻ്റെ സഹായമില്ലാതെ തന്നെ ഒരു ഉപകരണത്തിന് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയെക്കുറിച്ചാണ് DMA എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്തായാലും അത്തരം ടെക്നിക്കൽ ടെർമിനോളജികൾ അധികം പരിചയപ്പെടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് നടത്തി നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ആർട്ടിക്കിളുകൾ വിക്കിപീഡിയ അടക്കമുള്ള വെബ്സൈറ്റുകൾ ലഭ്യമാണ്, അവിടെ നോക്കാവുന്നതേ ഉള്ളൂ. ടൈമർ ടെസ്റ്റ്. ടൈമർ ടെസ്റ്റ് റിയൽ ടൈം ക്ലോക്ക് എന്നറിയപ്പെടുന്ന സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. റിയൽ ടൈം ക്ലോക്കാണ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ടൈം ആൻഡ് ഡേറ്റ് ഫങ്ഷണാലിറ്റികൾ കീപ്പ് ചെയ്യുന്നത്. സിമോസ് വാലിഡിറ്റി ടെസ്റ്റ്, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം നമുക്കിപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. PCI സിസ്റ്റം ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മദർ ബോർഡിലെ PCI സ്ലോട്ട് ആർക്കിടെക്ചറിൻ്റെ ടെസ്റ്റിംഗ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് ISA സിസ്റ്റം ടെസ്റ്റ് അവിടെ എനേബിൾഡ് അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മദർ ബോർഡിൽ എൻഹാൻസ്ഡ് ISA സ്ലോട്ട് ഇല്ല എന്നർത്ഥം. എന്താണ് എൻഹാൻസ്ഡ് ISA സ്ലോട്ട് എന്ന് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് സ്ലോട്ട്സ് ഏരിയയെക്കുറിച്ചുള്ള ഡിസ്കഷൻ IT fundamentals.in എന്ന വെബ്സൈറ്റിലെ സ്ലോട്ട് ഏരിയയെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് തിരിച്ചു പോവുക. PCI എന്താണ്, എൻഹാൻസ്ഡ് ISA എന്താണെന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. മെമ്മറി ടെസ്റ്റിലേക്ക് പോകാം. പാരിറ്റി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്മറി പാരിറ്റി എന്നറിയപ്പെടുന്ന സാങ്കേതികവിദ്യയെക്കുറിച്ചാണ്. മെമ്മറി പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്മറിയുടെ എറർ ചെക്കിങ്ങിനുള്ള മെക്കാനിസത്തിൻ്റെ പേരാണ് പാരിറ്റി. പാരിറ്റി ചെക്കിംഗ് സക്സസ് ആയിട്ടുണ്ട്. അവിടെ നമ്മൾ വിശദമായൊരു പാരിറ്റി ചെക്കിങ്ങിന് വേണ്ടി സിസ്റ്റത്തെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് സിസ്റ്റം ഒരു ഡീറ്റെയിൽഡ് പാരിറ്റി ചെക്കിംഗ് പ്രോസസ്സ് തുടങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ മദർ ബോർഡിൽ പ്ലേസ് ചെയ്യുന്ന മെമ്മറി മിനിമം ഡിസ്പ്ലേ തരാറുള്ള പല മെമ്മറികളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ കാണിക്കുന്നത് പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ആ മെമ്മറി ചിപ്പിൽ ഇട്ടാൽ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ കിട്ടും, ഓണാവും, പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ ആ മെമ്മറികൾ എറർ കാണിക്കും. അപ്പോൾ നമ്മൾ വേറൊരു മെമ്മറി ചിപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഉറപ്പ് വരുത്തുക ഈ മെമ്മറിയുടെ കംപ്ലയിൻ്റ് ആണെന്ന്. അതിന് പകരം ഇത്തരത്തിലുള്ളൊരു ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും മെമ്മറിയുടെ കംപ്ലയിൻ്റ് ആണിതെന്ന്. ഈ മെമ്മറി ടെസ്റ്റ് അല്പം സമയം എടുക്കും. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രോസസ്സ് എസ്കേപ്പ് പ്രസ് ചെയ്ത് അബോർട്ട് ചെയ്യുകയാണ്. റിട്ടേൺ ടു മെയിൻ മെനു. മെമ്മറി ടെസ്റ്റുകൾ, പലതരത്തിലുള്ള ടെസ്റ്റുകൾ, പ്രത്യേകിച്ചും ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നറിയപ്പെടുന്ന നമ്മുടെ മെമ്മറി ചിപ്പുകൾ റീഫ്രഷ് എന്നറിയപ്പെടുന്ന സാങ്കേതികത വേണ്ടി വരാറുണ്ട്. അതിനുവേണ്ടിയുള്ള റീഫ്രഷ് ടെസ്റ്റ് ഓപ്ഷൻ അവിടെയുണ്ട്. എന്തായാലും റീഫ്രഷ് ടെസ്റ്റ് സക്സസ് ആണ്. ക്യാഷ് മെമ്മറി ടെസ്റ്റ് ആൻഡ് റിട്ടേൺ. ഹാർഡ് ഡിസ്കിനെ വിശദമായി ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ നിങ്ങളുടെ അമിഡാഗ സോഫ്റ്റ്വെയറിലുണ്ട്, ഇൻക്ലൂഡിങ് ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് അടക്കമുള്ള ഓപ്ഷനുകൾ. ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് സ്വാഭാവികമായും ഹാർഡ് ഡിസ്കിലെ എൻ്റയർ ഡേറ്റ നശിപ്പിക്കും, ഫ്രഷ് ആക്കുകയും ചെയ്യും. നമുക്കതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ പുതിയ മെഷീനാണല്ലോ. അപ്പോൾ അതിനകത്ത് ഹാർഡ് ഡിസ്കിൻ്റെ വിശദമായ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആവാം. അതിനിടയ്ക്ക് പറയട്ടെ, ഹാർഡ് ഡിസ്കുകളുടെ വിശദമായ ടെസ്റ്റിങ്ങിന് വേണ്ടി ഡിസ്ക് മാനേജർ പോലെയുള്ള ഹാർഡ് ഡിസ്ക് കമ്പനികൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് വേറെയുണ്ട്. പെർഫോമൻസ് ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഹാർഡ് ഡിസ്കിൻ്റെ ഫങ്ഷണാലിറ്റികളെ വിശദമായി ചെക്ക് ചെയ്യും, അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് അടക്കമുള്ള ഇൻഫർമേഷൻ നമുക്ക് തരികയും ചെയ്യും. IOPS അഥവാ IO ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് പോലുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സാണ് ഹാർഡ് ഡിസ്കിൻ്റെ പെർഫോമൻസ് മെഷറിയായി ഉപയോഗിക്കുക. പലപ്പോഴും ഒരു കസ്റ്റമർ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർഡ് ഡിസ്കിൻ്റെ പെർഫോമൻസ്, എത്ര വേഗത്തിൽ ഹാർഡ് ഡിസ്കുകൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന വസ്തുതയും.
ഇവിടെയുള്ള വിശദമായ ടെസ്റ്റിങ്ങുകൾക്കും ബാഡ് ട്രാക്ക് ടെസ്റ്റിങ്ങുകൾക്കും ഒക്കെ നടത്തിയ ശേഷം നമുക്ക് ഫ്ലോപ്പി എന്നൊരു മെനു ഉണ്ട്. എന്തായാലും ഫ്ലോപ്പി എന്ന മെനുവിന് നമുക്കിവിടെ പ്രസക്തിയില്ല. ഫ്ലോപ്പി ഡ്രൈവുകളുടെ കാലം കഴിഞ്ഞു. നമ്മുടെ മെഷീനിൽ എന്തായാലും ഫ്ലോപ്പി ഡ്രൈവ് ഉപയോഗിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായൊരു ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു ഈ ഫ്ലോപ്പി ഫോർമാറ്റും ഫ്ലോപ്പിയുടെ സ്പീഡ് ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ. ഓക്കെ, ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയറിൻ്റെ ഡെമോൺസ്ട്രേഷൻ ലാബിൽ പൊതുവെ ഒരു ടിപ്പിക്കൽ സ്റ്റുഡൻറ്റ് അപ്രോച്ച് ഇതൊക്കെ എനിക്ക് വേണ്ടതാണോ, ഇത്തരത്തിൽ പറഞ്ഞ് നേരത്തെ കേട്ട ഹൈടെക് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഒരു ഉൽപ്പന്നം ഡിസൈൻ ചെയ്യുന്നവർക്ക് മതിയല്ലോ എന്ന മട്ടിലാണ്. എങ്കിൽ പോലും കീബോർഡിൻ്റെ സ്കാൻ ആൻഡ് ആസ്കി കോ ടെസ്റ്റ് പലർക്കും പ്രാക്ടിക്കലായിട്ട് ഇമ്മീഡിയറ്റ് താല്പര്യം തോന്നും. കാരണം ഒരു കീബോർഡിലെ ഏതെല്ലാം കീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൃത്യം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഞാനിങ്ങനെ ഓരോ കീ ആയിട്ട് പ്രസ് ചെയ്യുന്ന ക്രമത്തിൽ ആ ഓപ്ഷൻസ് സെലക്റ്റഡ് ആവും. പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം നിങ്ങളുടെ കീബോർഡിൽ എല്ലാ കീസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാറൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റിംഗ് പർപ്പസിനുള്ള വളരെ എഫിഷ്യൻ്റായ ഒരു മെക്കാനിസമാണ് ഈ കാണുന്നത്. ഇവിടെ കൺട്രോൾ ബ്രേക്ക് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് പുറത്ത് കിടക്കാം. കീബോർഡ് ടെസ്റ്റ് ഓപ്ഷൻ മനസ്സിലായല്ലോ. കീബോർഡ് LED ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കീബോർഡിൽ കാണുന്ന LED ഓരോന്നോരോന്നായി അവിടെ ലൈറ്റ് കത്തിച്ച് നോക്കും. കൃത്യമായിട്ട് LED ടേൺ ഓൺ ആവുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാം. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് ഉൾപ്പെടെയുള്ള ഓരോ കീസിൻ്റെ ഫംഗ്ഷനാലിറ്റികൾ അത് ടെസ്റ്റ് ചെയ്യും. കീബോർഡിൻ്റെ ക്ലോക്ക് ലൈൻ, ഡേറ്റ ലൈൻ അടക്കമുള്ളത് കീബോർഡിലെ വയറുകൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും. വീഡിയോ ടെസ്റ്റ് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ഓപ്ഷനാണ്. വീഡിയോ ടെസ്റ്റിനകത്ത് കുറേ പാറ്റേൺസ് നമുക്ക് സ്ക്രീനിൽ കാണാം. പ്രോപ്പർ ലെവലിൽ, സിസ്റ്റം ലെവലിൽ നിങ്ങളുടെ ഡിസ്പ്ലേ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ഫങ്ഷനാലിറ്റികളുടെ പല മോഡുകൾ ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. പലപ്പോഴും മോണിറ്റർ അലൈൻ ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊഫഷണൽസ് ഇത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഗ്രാഫിക് ഫങ്ഷനാലിറ്റി ടെസ്റ്റുകൾ, ഉദാഹരണത്തിന് കളർ ടെസ്റ്റ് എന്ന ഓപ്ഷൻ. ഇത് ബ്ലൂ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഈസ് ദ ഡിസ്പ്ലേ ഓക്കെ? അതെ. ഗ്രീൻ, സിയാൻ, റെഡ്, മെജൻഡ, ബ്രൗൺ ആൻഡ് വൈറ്റ്. ഫൈൻ, ഡിസ്പ്ലേ ഓക്കെയാണ്. നമുക്ക് തിരിച്ചു വരാം. ഗ്രാഫിക് ടെസ്റ്റുകളൊക്കെ പൊതുവെ രസകരമാണ്. ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ ലാബ് ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ചില ഓപ്ഷൻസാണ് ഇത്തരത്തിലുള്ള ഗ്രാഫിക് ടെസ്റ്റുകളൊക്കെ. ഗ്രിഡ് ഓപ്ഷൻസൊക്കെ മോണിറ്ററിൻ്റെ അലൈൻമെൻറ്റിന് വേണ്ടിയും അതിൻ്റെ കളർ സെറ്റിങ്ങിന് വേണ്ടിയൊക്കെ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രൊഫഷണൽ ലെവലിൽ പ്രയോജനമുള്ള ഡയഗ്നോസ്റ്റിക് ഏരിയാസാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ഇത്തരത്തിലുള്ള വീഡിയോ ടെസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി കഴിഞ്ഞാൽ മിസലേനിയസ് ഓപ്ഷനിൽ സീരിയൽ പോർട്ട് ഫംഗ്ഷനാലിറ്റി, പാരൽ പോർട്ട് ഫംഗ്ഷനാലിറ്റി അടക്കമുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മൗസിൻ്റെ ഡ്രൈവേഴ്സ് കമാൻഡ് റോണിൽ ലോഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് മൗസ് ടെസ്റ്റ് വർക്ക് ചെയ്യാത്തത്. PC സ്പീക്കർ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് മദർ ബോർഡിലെ ബസർ യൂണിറ്റിലൂടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് കേൾപ്പിക്കും. അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള, നിങ്ങളുടെ മെഷീനകത്തൊരു PC സ്പീക്കർ ഇരിപ്പുണ്ടോ എന്നറിയാനാണ്. നമ്മുടെ മെഷീനിൽ PC സ്പീക്കർ ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സത്യത്തിൽ ഇപ്പോൾ PC സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന മ്യൂസിക്കിൻ്റെ നോട്ട്സ് നമ്മൾ കേൾക്കേണ്ടതാണ്. സ്പീക്കർ ഇല്ലാന്ന് തോന്നുന്നു. ടെസ്റ്റ് ഫെയിൽ നാച്ചുറലി. ഇതാണ് ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസിക് ഡെമോൺസ്ട്രേഷൻ. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ നടത്തുന്നതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. തുടർന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഇൻസ്റ്റലേഷന് ശേഷം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ നടത്തുന്ന പ്രൊസീജിയർ നമുക്ക് പുറകെ നോക്കാം. എന്തായാലും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ബേൺ ഇൻ അല്ലെങ്കിൽ സോക്ക് ഇൻ ടെസ്റ്റുകളുടെ അടിസ്ഥാന ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. കമാൻഡ് ഇന്റർഫേസിൽ ചെയ്താലും ഗ്രാഫിക്കൽ ചെയ്താലും. താങ്ക് യു.